ആദ്യം പെണ്ണിനെ കാണാൻ പോകുമ്പോ സെഞ്ചുറി അടിച്ച കോഹ്ലിന്റെ രോഹിത് ശർമ്മന്റെ മാതിരി കെട്ടിപ്പിടിച്ചനെ. കല്യാണം കഴിഞ്ഞാ പിന്നെ കീരിയും പാമ്പും പോലാവണേ രണ്ടേ രണ്ട് സാധന ദുനിയാവിലുള്ളത്. അൽ മരോളും വല്ലാത്ത ജാതി അമ്മായിമ്മയും. കല്യാണം കഴിഞ്ഞ് പേരന്റെ ഔത്തക്ക് മരോളെ പിടിച്ചു കയറ്റുമ്പോഴും ഓള് കൊണ്ടുവന്ന പണ്ടത്തുമ്മക്ക് സൂം ചെയ്ത് നോക്കണ അമ്മായിമ്മമാരും, പിറ്റത്തെ ദിവസം തന്നെ ജ്വല്ലറി പോയിട്ട് ഓള് കൊണ്ടുവന്ന സ്വർണത്തിന്റെ കനം നോക്കണ അമ്മായിമ്മമാരും നമ്മളെ നാട്ടിലുണ്ട്. തൊട്ടയലക്കത്തെ തിരുപ്പത്തി അയൽവാസി തള്ള പറയും, ഹൗ ഇതാപ്പ എന്റെ മരോള്, എന്താ ഓളൊരു ഗമ, ഇവള് അന്റോടക്ക് പറ്റിയ കുട്ടിയല്ല. ഇജ എന്റെ മോനെയും ഓളിയൊന്ന് നോക്കിയാ അന്റെ മോൻ പളുങ്കല്ലേ പളുങ്ക്. ഇവിടെ തുടങ്ങും സൂര്യക്കേടിന്റെ മാലപ്പടക്കത്തിന് തിരികൊളുത്തല്. കഷ്ടകാലത്തിന് കെട്ടിയോൻ ഗൾഫിലുള്ള ഒരു നാത്തൂനുണ്ടെങ്കിലോ ഓളാവും പിന്നെ ഇവിടുത്തെ കലക്ടർ. മക്കളി മരക്കളി രണ്ട് കണ്ണുകൊണ്ട് കാണണേ. അമ്മായിമ്മ പറഞ്ഞോടുത്ത് മോ നിക്കണം, ഇല്ലെങ്കിൽ വരച്ച വരയിൽ നിർത്താൻ നോക്കും. എങ്ങനെ ഈ കൂറക്ക് ചോക്ക വരക്കൂലേ, അതേപോലെ അമ്മായിമ്മ ഉള്ളപ്പോ സ്വന്തം മോന് മരോളോട് വർത്താനം പറഞ്ഞ കുറ്റം മൊത്തം മരോക്കാണ് കേട്ടോ. രാവിലെ തൊട്ട് പണിയെടുത്താ ഉച്ചക്ക് ഉറങ്ങാൻ പാടില്ല. കറിയിൽ ഉപ്പ് കൂടിയാ കുറ്റം, ചായ കുടിച്ച ഗ്ലാസ് കൊട്ടിയാ കുറ്റം. പുറത്തേക്ക് കറങ്ങാൻ പോയി പൗതി വൈമലെത്തുമ്പം ആ ട്രിപ്പ് കൊളാക്കാന് അമ്മായിമ്മ പ്രഷർ കുറഞ്ഞ മാതിരി അഭിനയിച്ച് ബോധം കെടും. പോയ വണ്ടി തിരിച്ചു വരും വരെ അഭിനയിച്ചു. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മോനും മരോളും പോയാലോ ഒരു മാക്സി മരോള് സ്നേഹത്തോടെ അമ്മായിമാക്ക് കൊണ്ടുവന്ന് കൊടുത്ത ഓള മൊത്തക്ക് ബ്രെറ്റ്ലിന്റെ യോർക്കർ പോലെ ഒരൊറ്റ ഏറാ. എന്നിട്ടൊരു പറച്ചില, എനിക്ക് മാണ്ട എന്റെ കോറക്കണ്ടെന്ന്. സ്വന്തം മക്കളെ കെട്ടിച്ച ഓല പഠിച്ചാൻ വിടാനും കെട്ടിയോൻ ഗൾഫിലാണെങ്കിൽ അങ്ങോട്ട് വിടാനും കാണിച്ച ഊറ്റം മരോളെ പഠിപ്പിച്ചാൻ വിടാനും ഗൾഫിക്ക് വിടാനും കാണിച്ചൂല. കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകാൻ നേരം വൈകി അതിലേറെ രസ. ഓക്കാണ് കുഴപ്പമൊന്നും പറഞ്ഞു നടക്കും. കുറ്റം മൊത്തം മരോക്ക്. പാത്രം കഴിക്കണ വിമ്മിന്റെ കട്ട വെറുതെ തീർക്കാണ്. ഇത് കൈകിട്ടൊന്നും വൃത്തിയാകണില്ല. മുറ്റടിച്ചു വരുമ്പോ ഊര വളയണില്ല. കുക്കർ 4 വിസിലടിച്ച്. പുട്ടില് തേങ്ങയില്ല. കല്ലുമട്ട് തിരുമ്പിയാ പോരെ. വാഷിംഗ് മെഷീനിലിടാൻ എന്നോട് ആരാ പറഞ്ഞത്? കരണ്ടും ബില്ല് അന്റോട് എന്റെ വാപ്പ കൊണ്ടെന്ന് നടക്കുവോ? ഇങ്ങനെ ഒക്കെ പറയണ അമ്മായി മറന്നു തരുന്ന അരിയോണ്ടും വെളിച്ചെണ്ണോണ്ടൊക്കെ മരോള് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ അതിലില്ലാത്ത കുറ്റമില്ല. നാ മാന്താട്ടിയളം പോലത്തെ എന്ത് സാധനം അമ്മായിമ്മ വെച്ചാലും തൊള്ളേക്കാണ് വെക്കാൻ പറ്റൂലെങ്കിലും അത് തിന്ന് അന്നത്തെ ദിവസം തള്ളി നീക്കണം. മരോള് ഓളോടക്കൊന്ന് പോട്ടേന്ന് ചോദിച്ചാല് ഹൈക്കമാൻഡിന്ന് അപ്രൂവല് കിട്ടാന് ഒരാഴ്ച എടുക്കും. വെള്ളിയാഴ്ച പോയാ മരോള് നാളാഴ്ച തിരിച്ചിവിടെ എത്തണം, അല്ലെങ്കിൽ തിങ്കളാഴ്ച അമ്മായിമ്മ മരോളോടെത്തും. അവിടെ എത്തുമ്പം ഇത്രക്ക് തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു പെണ്ണ് ഈ ദുനിയാവിലുണ്ടാവൂല. ആ പെർഫോമൻസ് കണ്ട് മരോളെ പെരക്കാര് വരെ പറയും, ഹൗ എന്ത് നല്ല അമ്മായിമ്മ എനിക്ക് കിട്ടിയത്, എന്ത് നല്ല തങ്കപ്പെട്ട സ്വഭാവം ബത്തിയർക്ക്. എന്നാൽ ഓളിയും കൂട്ടി കെട്ടിച്ചോടത്തേക്ക് പോകുന്ന അമ്മായിമ്മ അവിടെ എത്തിയാ തുടങ്ങും, എന്താപ്പ അന്റോടക്ക് ഞാൻ വന്നപ്പോ തന്നത്? കുരുള്ളൊരു നാരങ്ങന്റെ വള്ളും 2 ഉണക്ക ബിസ്ക്കറ്റും. ഇങ്ങനെ തന്ന ഗ്ലാസിന്റെ അളവ് കുറഞ്ഞത് വരെ അന്ന് നിർത്താതെ പറയും. പെമ്മക്കള് ആഴ്ചയിൽ ബാലരമ ഇറങ്ങണ പോലെ വന്നു പോണം. ഓല് വന്നാ പിന്നെ നാത്തൂൻ പോലും അമ്മായിമ്മ പോലും സമാസമം. മരോള് ഓളോടക്കൊന്ന് പോയി സ്വന്തക്കാരെ കണ്ടു വരട്ടേന്ന് ചോദിച്ചാ അപ്പ പറയും, അന്റോടെ പരാ മരിച്ചാൻ കിടക്കുന്നത്. അയലക്കത്ത് നല്ല നിലക്ക് കഴിക്കണ അമ്മായിമ്മയും മരോളുള്ള പേരേലെ ആ അമ്മായിമാനെ തിരിപ്പിച്ച് ആ മരോൾ അവിടുന്ന് ചാടിപ്പിച്ചാന് ഈ ജാതി അമ്മായിമ്മമാര് ബെസ്റ്റാ. ജാതി കുറെ എണ്ണം അയലക്കത്ത് ഉണ്ടാവും ചെയ്യും. സ്വന്തം മോൻ ഗൾഫിൽ നിന്ന് വന്ന കൊണ്ടെന്ന പെട്ടിക്ക് കാവല് നിന്ന് മരോളോർക്ക് തിരിച്ചു പിരിച്ച ചോക്ലേറ്റ് പോയിട്ട് ഒരു കാരക്കന്റെ കുരു പോലും കൊടുക്കാതെ വീതിച്ചാന് അളവ് പഠിച്ച അമ്മായിമ്മയും പെട്ടി പൊട്ടിച്ചിട നേരത്തെത്തുന്ന നാത്തൂമാരും ബെസ്റ്റ് സാധനങ്ങളാട്ടോ. മരോക്ക് പനി വന്നാലും കൈക്ക് കത്തി പറ്റിയാലും ഒരു പ്രശ്നവുമില്ല, അതൊക്കെ മാറിക്കോളും. അങ്ങനെയാണല്ലോ 37 കാലത്ത്. ഇങ്ങനാട് പറഞ്ഞ് നിസാരാക്കും. പള്ളയിലുള്ള മരോളൊന്ന് റെസ്റ്റ് എടുത്താലും സ്വന്തം മോന്റെ കുട്ടിയാണ്, എന്റെ ചോരയാണ് ആ പള്ളയിലുള്ളത് എന്നുള്ള കാരുണ്യൊന്നും ഈ തള്ളമാർക്ക് ഉണ്ടാവില്ല. എന്റെ മോന്റെ കുട്ടിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഓളി റെസ്റ്റ് എടുക്കുന്നത് എന്നുള്ളതൊന്നും ഓല് കരുതൂല. പാലക്കാട് കോഴിക്കോട് ബസ് പോണ മാതിരി നിർത്താതെ പണിയെടുപ്പിച്ചു. എന്നിട്ടൊരു പറച്ചില, ഞങ്ങളൊക്കെ കാലത്ത് ദിലേറെ വലുത് ഞങ്ങൾ ഏറ്റിയതാ, ഞങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു പ്രശ്നം അപ്പൊ അനക്ക്. അതുമല്ല അനക്ക് മാത്രല്ല ഇവിടെ പള്ളയിലുണ്ടായത്, ഇവിടെ ഈ ലോകത്തുള്ള പെണ്ണുങ്ങൾക്കൊക്കെ പള്ളയിലുണ്ടാകണില്ലേ. എന്നിട്ട് എന്താ അനക്ക് മാത്രം ഇങ്ങനെ ഒരു ഇത്? നല്ല ഡ്രസ്സ് ഇടാൻ പറ്റൂല, പണ്ടം കുറയാൻ പറ്റൂല, ഉറങ്ങിയാ കുറ്റം, രാവിലെ നീച്ചാ നേരം വൈകിയാ കുറ്റം, അയലിമ്മൽ ഉണക്കാട്ട കുപ്പായത്തുമ്മൽ കാക്ക തൂറിയാ കുറ്റം, വെള്ളം കോരിന കയറ് കിണറ്റിക്ക് വീണാലും കുട്ടി മുറ്റത്ത് അപ്പിട്ടാലും കുറ്റം മരോൾക്കാണ്. മരോളോടൊന്ന് കാണാൻ വരുന്നോല് പലഹാരം കൊണ്ടുവരുന്നത് കുറഞ്ഞാലും കുറ്റം. കുടുംബത്തിലെ കല്യാണത്തിന് പുതുക്കം പോയപ്പം പപ്സും ബർഗറും സാൻഡ്വിച്ചൊക്കെ ഉള്ള പെട്ടി മരോക്ക് കിട്ടി, അമ്മായിമാക്ക് കിട്ടിയില്ല. അതിന്റെ കുറ്റും മരോക്ക് തന്നെ. സുന്നത്ത് കഴിച്ച് കിടക്കണ കുട്ടിനെ കാണാൻ വന്നപ്പം അന്റോടുന്ന് എന്താടി കൊണ്ടുവന്നത്? പ്രഷർ കുറഞ്ഞ ICUല് ഞാൻ കിടന്നപ്പം അന്റോടുന്ന് ഒരു നാരങ്ങെങ്കിലും കൊണ്ടുവന്നോടി. ഇങ്ങനെ എത്ര ചോദ്യങ്ങള്, ഇങ്ങനെ കുറ്റപ്പെടുത്തലുകൾ മാത്രം കേട്ട് ജീവിച്ച ഒരുപാട് മരക്കളുണ്ട് ഈ ദുനിയാവില്. കെട്ടിച്ചു കൊണ്ടെന്ന് ഈ അമ്മായിമാനോട് 37 അമ്മായിമ്മ കാട്ടിയതിന്റെ അരിശം ഒന്നും അറിയാത്ത ഇപ്പത്തെ പാവം മരക്കോട് തീർക്കണേ വെളിവില്ലാത്ത അമ്മായിമ്മമാര്. ഇവലിങ്ങനെ കുന്തിരി എടുക്കണത് കണ്ട് മുണ്ടാപൂച്ചാളായി
ഇവര് പറഞ്ഞതൊക്കെ കേട്ട് ഈ അമ്മായിമ്മമാരെ പേടിച്ച് ജീവിച്ചണേ നട്ടല്ലില്ലാത്ത കുറച്ച് അമോശാക്കന്മാരും ഉണ്ട് ഇതിന്റെ ഇടയിൽ. എന്നാ അതിന്റെ ഇടയിൽ ഒരു കട്ടുമ കിടന്നുറങ്ങണേ. അമ്മായിമാന്റെ വലത്തെ ചെവിയില് ഇവളെ ഹെഡ്സെറ്റിന്റെ ഒരു തലയും മറ്റേ തല മരോളെ വലത്തെ ചെവിയിലും വെച്ച് ഒരുമിച്ചിരുന്ന് സ്നേഹത്തോടെ പാട്ട് കേൾക്കണേ യൂട്യൂബ് കാണുന്ന അമ്മായിമ്മയും മരുമക്കളും അതും ഉണ്ട് കേട്ടോ. ഏതെങ്കിലും അമ്മായിമ്മമാർക്ക് ഞമ്മളെ പറച്ചില് ഒരു വിഷമായി തോന്നിയെങ്കിൽ എനിക്ക് ഒലക്കാണ് ഒലക്ക. അതെന്താ ഞാൻ ഒലക്കാന്ന് പറഞ്ഞത് എന്നറിയോ? നിങ്ങൾ മരുമക്കളെ പഠിപ്പിച്ചതിന്റെ പൗതി പോലും ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞില്ല. അത് പറയുകയാണെങ്കിൽ ഇത് പറഞ്ഞാൽ തീരൂല, അതിനകത്തുണ്ട്. അതൊക്കെ കൂടി ഇവിടെ പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒരു സിനിമക്കുള്ള കഥ ഉണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. ഞാൻ ഈ പറഞ്ഞ ഇതൊക്കെ കണ്ടും കേട്ടും ഏതെങ്കിലും മരുമക്കള് അമ്മായിമ്മമാരെ നേരെ തിരിയാണെങ്കിൽ പൊന്നാര മരുമക്കളെ നിങ്ങൾക്കുള്ള പണിയാണ് നമ്മൾ അടുത്ത എപ്പിസോഡ്. അൽ അമ്മായിമയും വല്ലാത്ത ജാതി മരുവോളും. ഈ പറഞ്ഞത് അൽ മരുവോളും വല്ലാത്ത ജാതി അമ്മായിമയാണെങ്കിൽ അടുത്ത എപ്പിസോഡ് കേട്ടോളി അൽ അമ്മായിമയും വല്ലാത്ത ജാതി മരുവോളുമാണ്.